അങ്ങനെ ഫൈനലി ഞാൻ സ്വന്തമായിട്ട് ഫ്ലാറ്റ് എടുത്ത്. അപ്പോൾ ഇതാണ് പുതിയ ഫ്ലാറ്റ്. കൺഗ്രാറ്റുലേഷൻസ്. ഇതെങ്ങനെ ഞാൻ വാങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ഗെയിം കളിച്ചിട്ടുള്ള പൈസ മാത്രം ഉണ്ടാക്കിയതാണ്. കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഗെയിം കളിച്ചിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബയോയിൽ സെക്കൻഡ് കൊടുത്തേക്കുന്ന ലിങ്ക് ആണ്. ഡ്യൂവിൻ എന്നാണ് ഗെയിമിന്റെ പേര്. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? 1000 അല്ലേ? അല്ല, നിങ്ങളെന്റെ ചേട്ടനല്ലേ? ഈ പൈസ എനിക്കല്ലേ തരണ്ട? നിങ്ങൾ തന്നെ മേടിച്ചോണ്ട് പോകുന്നു. എനിക്ക് ജോലിയില്ല, നിനക്ക് ജോലിയില്ല, പിന്നെ നിന്റെ കയ്യിൽ ഇത്ര പൈസ? ഇത് ഞാൻ വീട്ടിലിരുന്നോണ്ട് ഗെയിം കളിച്ചുണ്ടാക്കുന്ന പൈസ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. പിന്നെ ഇത് 100% സേഫ് ആണ്. എല്ലാരും വരടാ, നിൽക്കട്ടെ. ഡ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരാളോടൊന്ന് സംസാരിക്കണം. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാവൻ? വിളിക്കേ. ആദ്യമൊക്കെ ഗാംബ്ലിംഗ് ആപ്പുകളുടെ പ്രൊമോഷൻ മാത്രമായിരുന്നു. ഇപ്പൊ പിള്ളേരെ നേരെ മണി ചെയിനിലോട്ടാണോ ചേർത്ത് വിടുന്നത്? എന്താ തന്റെ പ്രശ്നം? ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. 5 മിനിറ്റ് സൂപ്പിലൂടെ കളിച്ച് എനിക്ക് 70,000 രൂപ കിട്ടി. യുദ്ധഭൂമിയിൽ ഏതാ പുതിയൊരു പടൻ? സൂപ്പിലൂടെ കളിച്ച് എനിക്ക് 70,000 രൂപ കിട്ടി. ഇയാൾ ഭയങ്കര ഫ്രോഡാണ് മാഡം. ഇയാൾ എപ്പ തന്നെ പറഞ്ഞയക്കണം. ഞാൻ പറയുന്ന പോലെ 5 മിനിറ്റ് ലുഡോ കളിച്ചാൽ 70,000 രൂപ ഒരിക്കലും കിട്ടില്ല. കാരണം ഇതിൽ മാക്സിമം റിവാർഡ് കിട്ടുന്നത് 55,500 രൂപയാണ്. തൂക്കിയല്ലോ നാദാ. ഇത് മതി, ഇത് ധാരാളം മതി. പിന്നെ സുപ്പയിൽ 1 രൂപ കൊണ്ട് 1 ലക്ഷം ഉണ്ടാക്കി, 1.25 ലക്ഷം ഉണ്ടാക്കി എന്തൊക്കെ പലരും പറഞ്ഞു വന്നിട്ടുണ്ട് ഇതിനു മുന്നേ. എല്ലാരും വിളിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒന്നും കിട്ടില്ല. കിട്ടിയാൽ തന്നെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പോകത്തേ ഉള്ളൂ. എനിക്ക് നേരത്തെ തോന്നിയത്. ഓൺലൈൻ ഗെയിം എന്ന് പറയപ്പെടുന്ന ആപ്പുകൾ കാരണം എത്ര പേരാണ് നാട്ടിൽ മരിച്ചു വീഴുന്നതെന്ന് ധ്യാൻ അറിയുന്നുണ്ടോ? ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷവും.